പോലീസുകാർക്ക് അവരുടേതായ ടെൻഷനുണ്ട്. എന്തൊരു ടെൻഷൻ ഡൽഹി പോലീസ് അനുഭവിച്ചു കാണും. ഈ പട്ടിയെ പോലെ തല്ലുകൊള്ളുകയും പിന്നെയും ക്ഷമിച്ചും സഹിച്ചിട്ട് ഇവരുടെ ഈ പ്രകോപിപ്പിക്കുന്ന പല വീഡിയോയും കണ്ടിട്ടില്ലേ? പോലീസുകാരുടെ മുമ്പിൽ പോയിട്ട് ഇന്ന് എന്താ സാർ പണിയൊന്നും ഇല്ലേ, ഒരു പണിയുണ്ടാക്കി തരട്ടെ ഞാൻ. ഒരുത്തൻ ചോദിക്കുകയാണ്, ഞാനിവിടെ ഒരു പെണ്ണിനെ കയറി പിടിക്കട്ടെ. അതിൻ്റെ എൻ്റെ ഉണ്ട് ആ വീഡിയോ. ഇതൊക്കെ എന്നിട്ട് ഇവരൊന്നും പ്രകോപിതരാകരുത്. ശരി, എത്ര നേരം എന്തെല്ലാം കേട്ട് പ്രകോപിതരാകാതെ. ഒരു പെങ്കൊച്ച് വന്നിട്ട് പറയാം, യൂണിഫോം അഴിച്ച് വെച്ചിട്ട് പെൺവേഷത്തിൽ വാടേ, നാണം കേട്ടവനൊക്കെ. വേലക്കാരൻ്റെ വേഷം കെട്ടിയിട്ട് വാ, നിനക്കൊക്കെ അത്രേ പറ്റുള്ളൂ. ഭയങ്കരമായിട്ട് അപമാനിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ട് കേസുമില്ല കുന്തവുമില്ല, എല്ലാവരും പോട്ടെ. അങ്ങനത്തെ ഒരവസ്ഥ നിയമവാഴ്ചയ്ക്ക് നല്ലതല്ല. എന്ത് പേര് പറഞ്ഞാണെങ്കിലും നിയമവാഴ്ചയിൽ ഡൈല്യൂട്ട് ചെയ്യുന്നത് വലിയ ദോഷം ചെയ്യും. ചെയ്യാൻ നിങ്ങൾ കേസ് രജിസ്റ്റർ ചെയ്തു, ഇത് മുന്നോട്ട് പോയി, എല്ലാവരും സാർ കേസ് പിൻവലിക്കണം സാർ എന്നൊക്കെ പറയുന്നു. ഞങ്ങൾ വി ആർ സോറി എന്ന് പറയുന്നു, ഒക്കെ ചെയ്യുന്നു. അപ്പോൾ മാസ് FIR ആണ്, 5000 FIR, 1000 FIR ഒക്കെയാണ്. അപ്പോൾ ശരി, നമുക്ക് വിൽ സി എന്ന് പറഞ്ഞിട്ട് ബൾക്കായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസി ഡിസിഷനായിട്ട് ആദ്യം മജിസ്ട്രേറ്റിനെ അയച്ചു കൊടുക്കണം. മജിസ്ട്രേറ്റ് അതിലൊരു ഉടക്കിട്ടിട്ട് തിരിച്ചയക്കും. കേസൊന്നും പിൻവലിക്കാൻ പറ്റില്ല എന്ന് പറയും. അങ്ങനെ മെല്ലെ പോയിട്ട് പിൻവലിക്കും. കൂടംകുളം ബഹളം നടക്കുന്നുണ്ടല്ലോ, 6000 രാജ്യദ്രോഹ കേസുകളാണ് ജയലളിത എടുത്തത്. രാജ്യദ്രോഹ കേസ് 6000 എണ്ണം FIR. ഷീ ഡിഡ്ന്റ് വിത്ഡ്രൂ ദാറ്റ്. ആരും ആവശ്യപ്പെട്ടില്ല, ജയലളിതയോട് ആരും ആവശ്യപ്പെടുകയില്ല. 2 പേരോട് ഇതുപോലത്തെ നോൺസെൻസ് നടക്കില്ല. ഒന്ന് ബാൽ താക്കറെ, ഒന്ന് ജയലളിത. വേറെ ഒരു രാഷ്ട്രീയക്കാരനും ഇൻക്ലൂഡിങ് നരേന്ദ്രമോദി നല്ല ധൈര്യമില്ല. ഇവരുടെ അടുത്ത് ആരും പോവില്ല. ചേച്ചി എൻ്റെ കേസൊന്ന് പിൻവലിക്കും. അടുക്കില്ല. പോയസ് ഗാർഡിൻ്റെ അടുത്തൂടെ പോകാൻ പേടിയാണ്, സേനാഭവൻ്റെ അടുത്തൂടെ പേടിയാണ് പോകാൻ. രണ്ട് വ്യക്തികൾ, ഒരാൾ ഭരണത്തിലിരുന്ന ആളും മറ്റടുത്ത് ഭരണമില്ലാതെ തന്നെ ഭരണത്തെ നിയന്ത്രിച്ച ആൾ. ഇവരത് ചെയ്തിരുന്നു. അപ്പോൾ ജയലളിത അങ്ങനെ ഇത് കൂടാതെ ഒരുപാട് കേസുകൾ അവർ കൂടംകുളത്തിൽ എടുത്തു ആ സമരത്തിൽ. ബട്ട് രാജ്യദ്രോഹ കേസുകളുടെ എണ്ണം മാത്രമാണ് ഞാനീ പറഞ്ഞ 6000 എണ്ണം. 6000 ഇൻഡിവിജ്വൽ FIR. അതിൽ വെറും പാട്ട് പാടിയവൻ വരെ ഉണ്ട്. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. ഈ ഒരു ഉടുക്ക് പോലത്തെ ഒരു സാധനം വെച്ചിട്ട്, അയാളവിടുത്തെ ഒരു നാടൻ പാട്ടുകാരനാണ്. അയാൾ ഈ പ്രോജക്റ്റിനെതിരെയോ മറ്റോ ഒരു പാട്ടുണ്ടാക്കിയിട്ട് ഇത് കൊട്ടിപ്പാടി. പാട്ട് കേൾക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ, നല്ല സംഗീതം. കൊണ്ടുപോയി രാജ്യദ്രോഹ കുറ്റത്തിന്. അന്ന് വലിയ ബഹളം തമിഴ്നാട്ടിലാണ്. എന്ത് പരിപാടിയാണ് ആ പാവത്തെ. അയാൾ തെരുവിൽ പാടിയാണ് അയാളുടെ വരുമാനം. അയാളൊരു പ്രത്യേകത, ഇത്ര വലിയ അട്രാക്റ്റീവ് പാട്ടുകാരനായതുകൊണ്ടും അയാൾ ഓഡിറ്റോറിയത്തിലോ വലിയ ഇതിലോ പോവില്ല. എനിക്ക് ഈ കാശ് മതി. ഇവിടെ ഞാൻ പാടിക്കഴിഞ്ഞാൽ 100-200 പേര് ഇവിടെ കൂടുന്നുണ്ട്, ട്രാഫിക് ജാം ഉണ്ടാകുന്നു ഞാൻ പാടുമ്പോൾ, ഞാൻ കൊട്ടുമ്പോൾ. ഇഷ്ടംപോലെ കാശ് ജനനിക, അത് മതി എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു അവധൂതൻ. അയാളിപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു, അയാളുടെ പേര് ഞാൻ മറന്നുപോയി. അയാളെ പോയി ജയിലിൽ. യു ഹാവ് ടു ഹാവ് എ സ്ട്രിക്റ്റ് അഡ്മിനിസ്ട്രേഷൻ. ഇങ്ങനെ സോഫ്റ്റ് സ്റ്റേറ്റായിട്ട് ആരെങ്കിലും പേടിപ്പിച്ചാൽ ഉടനെ പേടിക്കുക, പുറകോട്ട് മാറുക. പുറകോട്ട് മാറുന്നത് പുലി പതുങ്ങുന്നതാണെന്ന് അവകാശപ്പെടുക. നോ, സേ ദാറ്റ് യു ഫെയിൽഡ്. ഫെയിൽ, വാട്ട് ഈസ് ദെയർ? അതിന് കുഴപ്പമൊന്നുമില്ല. ഫെയിലാവുന്നതിന് കുഴപ്പമില്ല. ഫെയിലിയർ അക്സെപ്റ്റ് ചെയ്യാതെ ഉരുണ്ട് കളിക്കുമ്പോഴാണ് ആൾക്കാർ ഇതെന്താണെന്ന് വിചാരിക്കുന്നത്. യു സർട്ടൺ തിങ്സ് യു വിൽ ഫെയിൽ. എവറി ഗവൺമെൻറ് ഈസ് സപ്പോസ് ടു ഫെയിൽ അറ്റ് സം പോയിൻ്റ് ഓഫ് ടൈം. നമ്മൾ ശത്രുരാജ്യത്തോട് തോൽക്കുന്നു എന്നുള്ള മട്ടിൽ ഇതിനെ കാണരുത്. സമരക്കാരുടെ മുമ്പിൽ സർക്കാർ കീഴടങ്ങി. കീഴടങ്ങുമ്പോൾ സമരക്കാർ ഈ നാട്ടുകാരല്ലേ, അവരുടെ ആവശ്യം നിറവേറി. അതാണല്ലോ ഈ കീഴടങ്ങൽ എന്നൊക്കെ പറയുന്നത്. കീഴൊന്നും അടങ്ങിയിട്ടില്ല, അവരുടെ ആവശ്യങ്ങൾ ശരി, മന്ത്രി രാജിവെക്കുന്നത് ശരിയായിരുന്നു. അതൊന്നും വലിയ കാര്യമായിട്ട് വലിയൊരു ഈവൻ്റായിട്ട് എടുക്കരുത്. ബിക്കോസ് നമ്മളെപ്പോലെ സാധാരണക്കാരനല്ല പ്രധാനമന്ത്രി. അദ്ദേഹത്തിന് ഒരുപാട് ഇൻപുട്സ് ഉണ്ടാകും. അപ്പോൾ ചിലപ്പോഴൊക്കെ വെച്ച കാല് പുറകോട്ടെടുക്കുക എന്നുള്ളതാണ് ബുദ്ധി എന്നുള്ള സ്ഥിതി വരും. വെച്ച കാല് പുറകോട്ടെടുക്കുക.